ഗ്രൂപ്പിസവും തമ്മിലടിയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിൽ BJPക്ക് അധികാരം വേണം, അതിനുവേണ്ടിയുള്ള തുടക്കം BJP ആരംഭിച്ചു എന്നുള്ളതാണ്. CPM ഞെട്ടുകയാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് BJP ജയിച്ചത്? അതായത് അന്തം വിട്ട് കണ്ണ് തള്ളിയാണ്. ഇനി പഠിക്കണം, പുതിയ ക്യാപ്സ്യൂൾ ഇറക്കണം, അതുകൊണ്ട് പഠിച്ചിട്ട് പറയാം എന്നാണ് സഹാക്കന്മാർ പറയുന്നത്. എന്താണ് പുതിയ ക്യാപ്സ്യൂൾ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇനി വോട്ട് ചോരിയുമായി സഹാക്കന്മാർ വരുമോ എന്നറിയില്ല. BJP എന്തായാലും തലസ്ഥാനം കീഴടക്കി. തലസ്ഥാനം മാത്രമല്ല, മുൻകാലങ്ങളിലൊന്നും BJP സ്വീകരിക്കാത്ത ഒരു സമീപനവുമായാണ് BJP രംഗത്തെത്തിയത്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പഞ്ചായത്തുകളല്ല, അതിക്ക് മേലെ BJP ഭരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് കാലാകാലങ്ങളായി കേരളത്തിൽ UDFും LDFും അനുവദിച്ചു വന്നിരുന്ന അതേ നയങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റായി BJP അത് നടത്തിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. കാരണം തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന 24 മണിക്കൂർ തികയും മുമ്പാണ് ഒരു വലിയ ഓപ്പറേഷൻ സംസ്ഥാന വ്യാപകമായി BJP ആരംഭിക്കുന്നത്. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ സമയത്തിന് ഒരു വലിയ വിലയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഫലവും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒക്കെ അതിനെക്കുറിച്ച് വലിയ ഒരു എന്താ പറയുക, വലിയ സംഭവ വികാസങ്ങൾ നടക്കാൻ സാധ്യതയുള്ള. കാരണം ഒരുപാട് പേര് ഇതിന് വിശകലനം ചെയ്യും. എങ്ങനെയാണ് ജയിച്ചത്, എങ്ങനെയാണ് തോറ്റത്, അവിടെ വോട്ട് കൂടിയത് എങ്ങനെയാണ്, ഇവിടെ വോട്ട് കൂടിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ നിതിൻ ഗഡ്കരി ഇതിനെക്കുറിച്ച് IIT ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു സെമിനാറിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത്.